ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് സെക്കൻഡ് ഡേ ആണ്, നമ്മൾ പുറത്തേക്ക് പോവാണ്. അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ. ഒന്ന് രണ്ടാൾക്കാരും കൂടി റെഡി ആവാനുണ്ട്. ശ്രീകുട്ടി അടിപൊളി സുന്ദരി ആയിട്ടുണ്ട്. ലുലു മാളിലൊക്കെ പോകണമെന്നുള്ള പ്ലാനൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ എങ്ങോട്ട് പോകുന്നു നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ല. എന്നാലും എവിടെയൊക്കെ പോകണം അല്ലേ, അതി ഗ്ലാമർ ഉണ്ട്. നമ്മളിവിടുന്ന് പുറപ്പെടാൻ നോക്കിയാണ്. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ ലാനിയുടെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ അല്ലേ, ഹാൻഡ് ബാഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. ലാനിക്കത് ഒരു തവണ മുടി ഞാനിങ്ങനെ ഹെയർ ഇങ്ങനെ കെട്ടണ്ട, പൊന്തിച്ച് കെട്ടിക്കോന്ന് പറഞ്ഞു. അപ്പം തൊട്ട് മൂഡ് ഓഫാണ്. അപ്പോൾ ഞാനോളും ചെറുതായിട്ടൊന്ന് തെറ്റി. പിന്നെ ഓക്ക് അപ്പോഴും ഞാൻ എന്നോടുള്ള ദേഷ്യം കൊണ്ടുള്ളപ്പോൾ എന്ത് ചെയ്തു, മുടിയെല്ലാം ഒന്നിച്ച് കെട്ടി. പിന്നെ തല ചുറ്റലായി ഓക്ക്. ഞാൻ പറഞ്ഞു നിൻ്റെ ഇഷ്ടത്തിന് കെട്ടിക്കോന്ന്. അപ്പോൾ ഇപ്പോൾ ഓളും ഓക്കെ ആയി. നീ രാവിലെ റെഡി ആയിട്ടില്ലേ? ശ്രീകുട്ടൻ്റെ ഔട്ട്ഫിറ്റ് ഇന്ന് ഇതാണ്, ബ്ലാക്കും. ശ്രീകുട്ടനും അമ്മയും ബ്ലാക്ക് അല്ല ശ്രീകുട്ട, ഹെയർ ശരിയായിട്ട്. അപ്പം അച്ചൂട്ടന് റെഡി ആയിട്ടുണ്ട്. കമ്മും ബ്ലാക്കാന്നല്ലേ ഇന്നല്ലേ? ഓ എല്ലാവരും. എനിക്ക് ബ്ലാക്ക് ഇല്ലേനടാ ടീഷർട്ട്? അച്ചോ ബ്ലാക്ക് ടീഷർട്ട് എടുത്തിട്ടില്ല ഉണ്ടേനോ? എനിക്ക് അത് ഇട്ടുകൂടായിരുന്നാ? നല്ലാരും ബ്ലാക്ക് ആവില്ലേനേതാ? കമ്മണി ബ്ലാക്ക് ഇല്ലാമോ? സോക്സ് ഇട്ടോ, സോക്സ് ഇട്ടിട്ട്. കമ്മു ഷൂ ചെരുപ്പെല്ലാം ഇടുന്നുണ്ട്. അച്ചോട്ടെ ഷൂ ഇടുന്നില്ല? ഇതാണ് അമ്മേൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് അമ്മേൻ്റെ ഔട്ട്ഫിറ്റ്. അതല്ല, ഇത് ഇട്ടിട്ടില്ല ശ്രീകുട്ടി. ഏറ്റവും വലിയ കോമഡി ആണെന്ന് പറയുക. ഇത് ഇട്ടിട്ട് ഇവിടെ ബബിയാനോട് അറിയാ, ചിന്നു നീ പാൻറ് ഇട്ടിട്ടില്ലേ? ഈ പാൻറ് സ്കിൻ കളർ ഇതില്ലേ, ഈ കളറായിട്ട് നോക്കുമ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ പാൻറ്റും പാൻറ് ഇടാണ്ട് ടോപ്പ് ഇട്ട് നിൽക്കുന്നു. തന്നെ മനസ്സിലാവും. ഉക്കും അതുപോലെ എന്നോട് പറഞ്ഞു, ചിന്നു നീ പാൻറ് ഇട്ടിട്ടില്ലേ? മനസ്സിലാവുന്നില്ല. ഈ ഒരു കളറിൽ തന്നെ ഞാൻ പാൻറ് എടുത്തത്. ഉച്ചറുമ്പിലുണ്ട്. പിന്നെ സമയം കിട്ടി ചിലപ്പോൾ ഒരു പർപ്പിൾ ടോപ്പ് ഉണ്ട്, അതിന് കളർ വേണ്ടിയില്ല. ഇപ്പം വിളിക്കും ഒരു പോയോ ഇത്ര ദൂരം പോയിട്ട് പോകാനും. എപ്പോൾ ഈ നാട്ടിൽ വരുവാ? ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഫോണൊക്കെ കൊടുത്തിട്ടില്ല ഞാൻ. ഇത് ആരെ ഫോണായിരുന്നു? അല്ലേ ഉണ്ടല്ലേ, സിനിമ മറ്റേ ഇതിൽ കാണുന്ന പോലെ ഉണ്ടല്ലോ. നല്ല ഗ്ലാമർ ആയിട്ടുണ്ടേ. ആരാന്ന്? അതെവിടെയാ അതിനകത്ത്? അതിലേതാ കളർ ഡ്രസ്സ്? നമ്മളെല്ലാരും റെഡി. ആരാധ്യത സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ആരാധ്യ ഔട്ട്ഫിറ്റ് കളിക്കാൻ നിൽക്കാൻ പറഞ്ഞു. ബബി നിക്കറാ, ബബി ഇന്ന തളർന്നു പോയാ? നല്ല ഭംഗിയുണ്ട്, അടിപൊളി. ഇന്നെന്താ മേടിക്കണ്ടേ? നല്ല രസമുണ്ട്. അച്ഛാ പോവാ എന്നാ? ഇന്ന് ഏട്ടന്ന് വിളിച്ചെന്നാ? ഏട്ടായിന്ന് വിളിച്ചാ? ഓ ശ്രീകുട്ടനെ ഭയങ്കര വിഷമേനു. നന്നൂട്ടൻ ഏട്ടായിന്ന് വിളിക്കാതുകൊണ്ട് വിളിച്ച് കുറേ സമയം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഞാനാരാ? ഏട്ടായിന്ന്. ഏത് ഇതാ കടലാസ. ത്തിലെ ഗ്ലാമർ താരം അങ്ങനെ റെഡിയായി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ മാമൻ റെഡിയായി. ഇപ്പം മാമനും മരുമക്കളും പെങ്ങന്മാരെല്ലാം കൂടി പോവാണ്. ശ്രീകുട്ടി ഒരു ഫോട്ടോ എടുത്തു തരുമോ? അതാന്ന് കൊക്കുവാൻ്റെ ചോദിക്കുന്നത്. നമ്മളെല്ലാവരും ഇല്ല ഒരു ഫോട്ടോ എടുത്തു തരുമോന്ന്. ഞാൻ ചെരുപ്പിട്ട് ഹൈറ്റ് വന്നാലോ, ഭയങ്കര ഹൈറ്റ്. അതിന് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, ഭയങ്കര ശരീരം. നോട്ടല്ലേ ശരിയാ മോളെ?
ഇനി കൊറേ കേക്കി കഴിഞ്ഞിട്ട് ശരിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചന്ദനൊന്നും നീ തൊട്ടെന്നാ എനിക്ക് കിട്ടിയിട്ടില്ല. എങ്ങനെയാ എനിക്കല്ലേ ഞാൻ തരിക. ഓക്കെ ഞാൻ കൊടുക്കില്ല. സത്യം ഞാൻ കൊടുക്കില്ല. പ്രത്യേകിച്ച് ചന്ദനോ പണ്ടേ അങ്ങനെ ചന്ദനം മരം അടക്കം ഇനി പോകുമ്പോ കുറ്റി എടുക്കണേ. ചന്ദന തൈ ചന്ദന ചന്ദനം കൊണ്ട് വരുന്നുണ്ട്. തൊട്ടാ എനിക്ക് കണ്ണാണോ ചോള് പറഞ്ഞ് ഞാൻ തൊട്ട വലുതാവും. ഇനി തൊണ്ടാകും അത്ര വേണ്ട. ഇന്റെ അത്ര വേണ്ട. ഇനി കഴിഞ്ഞ പോയിട്ടില്ല. ഞാൻ അമ്പലത്തിൽ പോയാലേ താങ്ങുള്ളൂ. കഴുത്തിനോട് നീ ആയതുകൊണ്ട് വെക്കാൻ ചന്ദനം തൊടുന്നത് നമ്മളെ കുടുംബ പാരമ്പര്യം. ചന്ദനം തൊടാം. നമ്മള് ബ്രാഹ്മൺസ് ചന്ദനം തൊടണം. ഇങ്ങോട്ട് കാണിക്കില്ലേ? നമ്മള് പുറത്തേക്ക് പണ്ട് കറുത്ത ഫോട്ടോ. അങ്ങനെ നമ്മള് ഇറങ്ങാൻ പോവുകയാണേ. നേരെ പോവാന്നാലേ റെഡിയല്ലേ സിക്കുട്ടി? പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിലെത്തി. ഇവിടെ നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ 2 ഓട്ടോയിലായിട്ടാണ് വന്നത്. ഇപ്പോൾ എല്ലാവരും ഇനി നേരെ മ്യൂസിയത്തിൽ നമ്മളിത് കഴിഞ്ഞിട്ട് ലുലു പോകാമെന്നുള്ള പ്ലാനാണ്. പ്ലാനിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടല്ലോ. ആദ്യം ലുലു പോകാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ നമ്മൾ മ്യൂസിയം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ലുലുവിലേക്ക് പോകും. കണ്ടത് കൊടുത്താലും പൈസപ്പിലിട്ട മാങ്ങ പൈനാപ്പിളും ഇല്ല. ഇത് ആന ഇതുള്ളതാട്ടോ. ആനേൻ്റെ അതിനകത്തെ പിക്ചർ അതാ ശിവട്ടി. ഇതിൽ കാണുന്നു ശരിക്കും. ഫോട്ടോഗ്രാഫിയാണ്. മാറ്റിപ്പിടി ഒരേ രീതി പോവില്ല. ഇനി 2 കൈ ഇങ്ങനെ ഇട്. എന്തല്ലോ എന്തൊക്കെ മോഡല് പോസ് ചെയ്യാൻ നിങ്ങൾക്ക് നിക്ക്. 2 ഒന്ന് കയ്യെല്ലാം വെച്ചിട്ടല്ല എടുക്കലോ. ഫോണിന്റെ പോസാന്ന് വന്നിട്ട് പിന്നെ ഒന്ന് മുടി ഇങ്ങനെയാണ്. ഇതെല്ലാം പോസാണ്. എല്ലാം അതിലെടുത്തു. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. ഫോട്ടോ എടുക്കുന്നല്ലേ? അതാ ആന്റി ഫോട്ടോ എടുക്കുന്ന. ആടെ മാമനും മരുവൊക്കെ ഉള്ളതാ. ആടുന്ന് ഫോട്ടോ എടുക്കല ഭയങ്കര. അതിനകത്ത് വേറെ ഒരു ഗ്ലാമർ ഉണ്ട് കേട്ടോ മാമി. ചേക്കൂട്ടാ ഇവിടെ സൂ ഉണ്ടല്ലേ? എന്നെ കാണാനില്ലല്ലോ. നീ എവിടെയാ പോന്നേ? ഇവിടെ സൂ ഉണ്ട്.
ഇതെന്നാ? ഓ പോത്തതാണ്. സികുട്ടി ഇന്നോട് പോത്തതാണ്. ബബി ഇന്നോട് നീ ഏതാണ് ആടാണ് കാട്ടും. വീഡിയോ എടുക്കലും ഇത് കാണലും ഒന്നും നടക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്പെഷ്യലായിട്ട് എടുക്കാം. എൻ്റെ ഉണ്ടല്ലോ. ആ കുക്ക് വേണ്ട, എൻ്റെ ഫോട്ടോ ഉണ്ടടി. പക്ഷികൾ, ബേഡ്സ്. അച്ചൂട്ടാ അവർ രണ്ടുപേരും നല്ല വൈബിൽ. അച്ചൂട്ടനും ശ്രീകോട്ടനും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ബംഗാൾ ടൈഗർ കാണുന്നില്ല. ഈ മോൾ ആ ജീവനുള്ളത് തന്നെ ചാടി. അത് എന്താ സിഗുട്ടാ നോക്കടാ. എന്നാ നന്നു കാണുന്നുണ്ടാ? എന്നാത് ഇങ്ങനെ വിളിച്ചതാ. ഇതൊക്കെ ആരാണ് ശ്രീകുട്ടി? ആരാണ് ഇതൊക്കെ? ആരാണ്? ഇതാണ് ഇവര്. ഇതാ മനസ്സ്. ഇതാ സിംഹത്തിനും കടുവനും കാണുമെങ്കിൽ ഇതുവഴി പോകലും. ഇതെന്നാ ഇത്? അതിൻ്റെ തിളക്കുന്നുണ്ടാ ഈ ഡോട്ട്. സ്കിന് ഭയങ്കര ഭംഗിയല്ലാക്കുമ്പോ ശരിക്കും കാണുന്നുണ്ടല്ലോ. അണ്ണാനെ കണ്ടില്ല. അണ്ണാനത് അവിടെ ഓടിക്കളിക്കുന്നേ. നമ്മൾ കുറേ നടന്ന് കാല് വേദന കൊണ്ട് നിൽക്കാൻ പറ്റില്ല. എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് എല്ലാവരും ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്. കുറേ നടന്ന് എന്താ നിങ്ങൾക്ക് കളിക്കാൻ ആളെ വേണോ? കമ്മൂന് ഇങ്ങോട്ടിട്ടെ. കമ്മൂനങ്ങ് ചാടിക്കോ. കമ്മൂനെ താഴെ ഇറക്കട്ടെ. വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നടന്നു വരുമ്പോൾ നീ തിരിച്ചു വന്നോ. ബട്ടർഫ്ലൈ പാർക്ക്. ഇപ്പം എല്ലാം ഭയങ്കരമായിട്ട് കുറേ മാറ്റമുണ്ടായി. ആരോഗ്യം എന്നെ നോക്കുന്നില്ല. പ്രത്യേകിച്ച് കൊള്ളാന്ന് വേറൊന്നുമില്ല. ഇത്രയും ബട്ടർഫ്ലൈ ഇവിടെ ഉണ്ട് കേട്ടാ. ഞാൻ കണ്ടുപിടിച്ചോ? കാണുന്നില്ല. അതോ ഒന്നേ രണ്ടെണ്ണം അവിടെ കാണുന്നുണ്ട്. അവിടെ അതിലോട്ടില്ലാതെ മാറി കളിക്കുന്നു. ഇടംതിരി വലംതിരി. പരിപാടി ഇതെന്ന് ഉരകങ്ങളോ പാമ്പിന് പേരറിയാത്തൊരു കായ കണ്ട്. എന്നാ പേര്? പക്ഷേ ഞാൻ നോക്കിയില്ല. ലാനി ഒന്ന് നോക്കിയാ എന്നാ പേര്? പേരാലല്ലേ? പേരാലിൻ്റെ കായ്. രാജാ രവിവർമ്മ. ബിക്കോസ് നമ്മളങ്ങനെ നടന്ന് തളർന്ന് ഇനിയിപ്പം 2-3 ആളെയും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാലൊക്കെ പഞ്ചറായി. അച്ചൂട്ടെല്ലാം ക്ഷീണമായി. നടന്ന് അടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സൂമിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് അമ്മയും മോളും സെൽഫി എടുക്കുകയാണ്. ആൻറ്റിയും മോളും ഫോട്ടോഗ്രാഫി. മോഡൽ ലാനിയ, ഫോട്ടോഗ്രാഫർ കുക്കു. ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ലാനിയ മോക്ക്. ഇവളായോണ്ട്, ആൻറ്റി ആയോണ്ട് സമ്മതിച്ച് കൊടുക്കുന്നതാ.
മയില് ചുവട് നോക്കിയാ അതേ ഉണ്ടോ പുറത്തെ മയിലത്. ഒന്ന് ഇരുന്നിട്ടുള്ളത് എടുക്കാം. നോക്കാമോ? ആർട്ട് മ്യൂസിയം, നേപ്പിയർ മ്യൂസിയം അല്ലേ? അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. നീ ഫോട്ടോ എടുത്താ? അവിടുന്ന് ഫോട്ടോ എടുത്താ? കമ്മോ നമുക്കൊന്ന് എടുക്കാലോ. എന്നാ വാ, അവിടുന്ന് ഫോട്ടോ എടു. വാ ലാനിയ, വാ. ലാനിയ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരു പൂമ്പാറ്റ മനുഷ്യനെ കണ്ടു. ഒന്നുകൂടി ഫോട്ടോ എടുക്കും. ഒന്നുകൂടി ഇതേപോലെ അതാണ് മക്കളെ മനുഷ്യ പൂമ്പാറ്റ. പൂമ്പാറ്റ വിരിഞ്ഞ് മനുഷ്യനെ ഇതില് നോക്ക്, ക്യാമറയിൽ നോക്ക്. നല്ല മാച്ചുണ്ട്. ഇതാണ് മനുഷ്യ പൂമ്പാറ്റ. എൻ്റെ മോന ഇവിടെ ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും എടുക്കാൻ പറ്റില്ല. എടാ ഫ്രണ്ടിൽ നിൽക്കടാ, ഫ്രണ്ടിൽ നിൽക്കണ്ടേ? ആ അങ്ങനെ നിൽക്കണ്ടേ? നീ എവിടെ പിറകെ പോയിരുന്നേ? ആണ് മ്യൂസിയം. നമ്മുടെ മ്യൂസിയം ഒക്കെ കഴിഞ്ഞ് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബിരിയാണി കഴിക്കാമെന്ന് വെച്ചിട്ടാ. എല്ലാം ഭയങ്കര ഫുള്ള് കഴിക്കുന്ന വിശപ്പും ഉണ്ട്. എല്ലാവരും കഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാനും ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മൾ ലുലു മാളിലെത്തി. ഇവിടെ തിരുവനന്തപുരത്തെ ലുലു മാളിലെത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് അധികം അങ്ങനെ വീഡിയോസൊന്നും എടുക്കുന്നില്ല. കാരണം ലുലുവിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നേ കിട്ടതാണ്. ലാനിയ പറയുന്നുണ്ട് ഇനി ഇവിടുന്ന് വീഡിയോ ഒന്നും എടുക്കണ്ട. അപ്പോൾ നമ്മളിതിന് ഉള്ളിലേക്ക് എന്തെങ്കിലും അല്ലേ, ഇല്ല എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ്. അങ്ങനെ നമ്മളിതാ ഉള്ളിലേക്ക് കിടന്ന്. ഇതാണ് തിരുവനന്തപുരത്തെ ലുലുവിൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു എൻട്രൻസ് ഡിസൈനൊക്കെ. എൻ്റെ കൂടെ മാത്രം. എന്തിനേ? ഫോട്ടോ എടുക്കാനാ? ഏതാ കുട്ടി? റോസ്മേരി വാട്ടർ.
ശ്രീകുട്ടി പുതിയ സ്കൂളിലേക്ക് അതുകൊണ്ട് ബാഗൊക്കെ ഇവിടെ നിന്ന് നോക്കണം പറയുന്നത്, പക്ഷെ നോക്കുന്നില്ല. എന്താ എന്തോന്ന് ഇപ്പൊ ഇത് നോക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി നോക്കും. മൺചൂർ കാണുമ്പോ ഉണ്ട് ശ്രീകുട്ടി കുന്ന് കയറി ഗെയിമല്ലോ. എനിക്ക് വരെ മറ്റൊരു പറക്കുന്ന സാധനമില്ലേ? എന്തായാലും തിരുവനന്തപുരത്തെ ലുലു പൊളിയല്ലേ ശ്രീകുട്ടി, സെറ്റപ്പ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞു, തിരിച്ച് വീട്ടിലെത്തി. ഒരുപാട് ടയർഡായി പോയി. കാരണം നമ്മൾ ലുലു മാളിൽ കയറിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഓരോന്ന് ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കലായിരുന്നു. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ നമുക്ക് രാവിലെ അമ്പലത്തിലൊക്കെ പോകണം. അപ്പോൾ ഇനി നാളെ രാവിലത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.